തട്ടിപ്പിലും വെട്ടിപ്പിലും മോഷണത്തിലും കോൺഗ്രസുകാരുടെ മുന്നിൽ കുറുവാ സംഘം പോലും തോറ്റു തൊപ്പിയിടും. പ്രൊഫഷണൽ കള്ളന്മാരുടെ കയ്യിൽ പോലും ഇല്ലാത്തത്ര ടാക്ടിക്സ് ആണ് ഈ ടീംസിന്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കോൺഗ്രസ് ഭരിക്കുന്ന ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1,18,00,000 രൂപ കോൺഗ്രസ് നേതാക്കൾ തട്ടിച്ചത്. അതിന് നേതൃത്വം കൊടുത്തതോ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അടങ്ങുന്ന വയനാട്ടിലെ കോൺഗ്രസ് കുറുവാ സംഘം. വയനാട് DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്തതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ആദ്യത്തെ സംഭവം മാത്രമായിരിക്കുമെന്ന്. ഈ പുനർജനി തട്ടിപ്പ് ആരും മറന്നു കാണില്ലല്ലോ. പറവൂർ മണ്ഡലത്തിലെ 2018 പ്രളയബാധിതർക്ക് വീട് നിർമ്മിക്കാൻ എന്ന പേരിൽ VD സതീശൻ പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. വിദേശത്ത് നിന്ന് വൻ പണപ്പിരിവ് നടത്തി, പക്ഷെ പദ്ധതി എങ്ങും എത്തിയിരുന്നില്ല. തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ വിവിധ ഏജൻസികളുടെ സ്പോൺസർഷിപ്പിൽ ഏതാനും വീടുകൾ നിർമ്മിച്ച് അതിനു മുന്നിൽ പുനർജനി എന്ന ബോർഡും തൂക്കി ടിയാൻ തടിയുരാൻ നോക്കി. അപ്പോഴും വിദേശത്ത് നിന്ന് പിരിച്ച പണവുമില്ല, രേഖയുമില്ല. ഏതായാലും ആ തട്ടിപ്പ് ഇപ്പൊ വിജിലൻസ് അന്വേഷിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം തുടങ്ങാമെന്നും അതിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് കോടികൾ തട്ടിച്ച മോൻസൺ മാവുങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരു പ്രസിഡന്റ് ഉണ്ട് ആ പാർട്ടിക്ക്. പേര് K. സുധാകരൻ. മോൻസനുമായിട്ടുള്ള ചിരിച്ചു നിൽക്കുന്ന പടങ്ങൾ വെളിയിൽ വന്നപ്പോൾ ആദ്യം സുധാകരൻ പറഞ്ഞത് മോൻസന്റെ വീട്ടിൽ 10 ദിവസം താമസിച്ച് സൗന്ദര്യവർദ്ധനയ്ക്കുള്ള കോസ്മെറ്റോളജി ചികിത്സ നടത്താൻ പോയതാണെന്നാണ്. പക്ഷെ മോൻസന്റെ മുൻ ഡ്രൈവറും ജീവനക്കാരനുമായ 2 പേർ കോടതിയിൽ രഹസ്യമൊഴി കൊടുത്തത് സുധാകരൻ മോൻസന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങുന്നത് കണ്ടു എന്നാണ്. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരിൽ ഒരാളായ തൃശൂർ സ്വദേശി മോൻസന് 25 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇതിന് സുധാകരനാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ആ വഴിയിലാണ് മറ്റേ 10 ലക്ഷം അളിയന് കിട്ടിയത്. പ്രതിപക്ഷ നേതാവ് മല്ലനാവുമ്പോൾ പാർട്ടി പ്രസിഡന്റ് മാധവനാവണമല്ലോ. അടുത്തത് VS ശിവകുമാർ. അൺഎംപ്ലോയി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി തട്ടിപ്പിൽ 3ാം പ്രതിയാണ് മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാർ. VS ശിവകുമാർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പലരും പണം നിക്ഷേപിച്ചു. എന്നാൽ സംഘം നഷ്ടത്തിലായപ്പോൾ ശിവകുമാർ കൈമലർത്തി. ഈ സൊസൈറ്റിയിൽ 13 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് പരാതി. സംഘവുമായി യാതൊരു ബന്ധവും തനിക്കില്ലെന്ന് ശിവകുമാർ ആദ്യം പറഞ്ഞെങ്കിലും സംഘത്തിന്റെ വോട്ടർ പട്ടിക അടക്കമുള്ള രേഖകൾ പുറത്തു വന്നപ്പോൾ സംഘത്തിലെ A ക്ലാസ് അംഗമാണ് ശിവകുമാർ എന്നും കൂടെ തെളിഞ്ഞു. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്വന്തം വ്യാജ പ്രസിഡന്റ്. സ്വന്തം സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് രാജ്യദ്രോഹ പ്രവർത്തനമായ വ്യാജ വോട്ടർ ID വരെ ഉണ്ടാക്കിയ മുതലാണ്. പ്രസിഡന്റ് ആയ സമയത്ത് എടുത്തു പറയത്തക്ക പണിയൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്വന്തമായ ഒരു കിയ കാർ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇന്നോവയായി മാറുകയും ചെയ്തു. ഇതിനൊക്കെ പൈസ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ലോകത്തെ മുഴുവൻ ബിസിനസ്സും തനിക്കുണ്ടെന്ന് അങ്ങ് വെച്ച് കാച്ചു. ഇതിനിടയിൽ കേസില്ലാ വക്കീലിനെ മറക്കല്ലേ. പാർപ്പിട ആവശ്യത്തിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയ കെട്ടിടം റിസോർട്ടാക്കി മാറ്റിയ മുതലാണ് കോൺഗ്രസിന്റെ സ്വന്തം കേസില്ലാ വക്കീലായ മാത്യു കുഴൽനാടൻ. ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ റവന്യൂ വിഭാഗവും ശരിവെച്ചിട്ടുണ്ട്. 50 സെന്റ് പുറമ്പോക്ക് കയ്യേറി MLA മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന 1000 ചതുരശ്രയടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസ് കണ്ടെത്തി. കയ്യേറ്റം മാത്രമല്ല, നല്ല അന്തസ്സായി കോപ്പി അടിച്ചതിന് MG സർവകലാശാലയിൽ 1994 പിടിച്ച് ഡീബാറും ചെയ്ത മുതലാണ് മാത്യു കുഴൽനാടൻ. ഇവന്റെയൊക്കെ മുഴുവൻ കഥയും പറയാൻ നിന്ന എന്റെ സ്വന്തം നാണവും മാനവും ഇറങ്ങി ഓടുന്നത് കൊണ്ട് മാത്രം ഇന്നിവിടെ നിർത്തുന്നു.